ഹായ് ഓൾ, വെൽക്കം ടു PSC റാങ്ക് അപ്പ്. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ആദ്യം ടെൻസും സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റും വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ ടെൻസ് എന്തായാലും കംപ്ലീറ്റ്ലി കവേർഡ് ആയിരിക്കും. നന്നായിട്ട് മുഴുവനും കണ്ടുപഠിക്കുക. ഇത് മനസ്സിലായോ എന്ന് കമൻറ്റിൽ ഒന്ന് പറയുകയും കൂടെ ചെയ്യുക. അടുത്ത ടോപ്പിക്ക് ഏത് വേണമെന്നും കൂടെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ടെൻസ് പഠിക്കാം. ഇന്ന് 3 ടെൻസാണുള്ളത്. പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ, പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഇതിൽ ഓരോ ടെൻസിനും 4 ഫോംസ് ഉണ്ടാവും. ഓക്കെ, സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. അങ്ങനെ സിമ്പിൾ എന്ന് പറയുന്ന ഒരു ഫോം. പിന്നെ കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഒരു ഫോം. അത് പ്രസൻറ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഓക്കെ, അടുത്ത ഫോമാണ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, പെർഫെക്റ്റ് എന്ന് പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഓക്കെ, വേറൊരു ഫോമാണ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോം. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ 4 ഫോംസ് ഏതാണ്? സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പോൾ 3 ടെൻസ് ഉണ്ട്. പ്രസൻറ്റ്, പെർഫെക്റ്റ്, ഫ്യൂച്ചർ. അതിന് 4 ഫോംസ് ഉണ്ട്. സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി നമുക്ക് ആദ്യം ഇതിൽ പ്രസൻറ്റ് ടെൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിൻ്റെ ഒപ്പം നമ്മൾ കോൺകോഡും കൂടി പറയുകയാണ്. കോൺകോഡ് എന്താണ്? സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് ആണ് കോൺകോഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രസൻറ്റ് ടെൻസിന് 3 ഫോംസ് ഉണ്ടാവും. എന്താണ്? സിമ്പിൾ, പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് പഠിക്കാം ആദ്യം. ഓക്കെ, സിമ്പിൾ പ്രസൻറ്റിൽ സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. അതായത് ഫസ്റ്റ് ഫോം, വേർബിൻ്റെ ഫസ്റ്റ് ഫോം എന്താണ്? ഇപ്പോൾ റൈറ്റ് എന്ന് പറയുന്ന ഒരു വേർബ് ആണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ്സ് എന്ന് എഴുതാം. ഓക്കെ, റൈറ്റ്സ്. അപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ ഫസ്റ്റ് ഫോം റൈറ്റോ റൈറ്റ്സോ വരാം. അപ്പോൾ റൈറ്റ് വേണോ റൈറ്റ്സ് വേണോ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? സബ്ജക്റ്റാണ്. ഹി എന്നെടുത്തത് കൊണ്ട് റൈറ്റ്സ്. ഓക്കെ, വെർബ് എപ്പോഴാണ് സിംഗുലർ ആക്കുന്നത്? ESO SO ചേർക്കുമ്പോഴാണ്. ഇവിടെ റൈറ്റിൻ്റെ കൂടെ S ചേർത്ത് നമ്മൾ വെർബിനെ സിംഗുലർ ആക്കി. ഓക്കെ, എന്നിട്ട് ഒരു ഒബ്ജക്റ്റ് പോയം എന്ന് എഴുതാം. ഓക്കെ, ഹി റൈറ്റ്സ് പോയം. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, അതാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ പറയുന്നത്. ഹി റൈറ്റ്സ് പോയം എന്ന് പറഞ്ഞാൽ അയാൾക്ക് പോയം എഴുതുന്ന ഒരു ശീലമുണ്ടെന്നാണ്. അവന് പോയം എഴുതുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ അവനത് ചെയ്യാറുണ്ട്. അപ്പോൾ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ എഴുതുന്നത്. ഇനി വെർബിനൊരു ബേസ് ഫോം ഉണ്ട്. അതാണ് നമ്മൾ സാധാരണ പറയുന്ന ഒരു വെർബ് എന്ന് പറയുമ്പോഴേ നമ്മൾ മനസ്സിൽ വരുന്നത് എന്താണ്? ഇപ്പോൾ റൈറ്റ്, പ്ലേ, സിങ് എന്നൊക്കെ പറയുന്നത് ഒരു വെർബാണെങ്കിൽ അതിൻ്റെ ബേസ് ഫോം തന്നെയാണത്. ഓക്കെ, ഇനി അത് പ്രസൻറ്റ് ടെൻസിൽ വരുമ്പോൾ അതിന് റൈറ്റ് എന്നുള്ള വെർബാണെങ്കിൽ റൈറ്റ് എന്നോ റൈറ്റ്സ് എന്നോ വരാം. ഓക്കെ, നമ്മൾ പറഞ്ഞു കോൺകോഡ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത്. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബ് തന്നെ വേണം. അപ്പോൾ റൂട്ട് ഫോം റൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് റൈറ്റ് എഴുതാൻ പറ്റില്ല. നമ്മൾ റൈറ്റ്സ് എന്നുള്ള സിംഗുലർ വെർബിലേക്ക് അതിനെ മാറ്റണം. പാസ്റ്റിലാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം റൈറ്റ് എന്ന് പറയുന്നത് സിംഗുലറിൻ്റെ കൂടെ എഴുതാൻ പറ്റില്ല, പ്ലൂറലിൻ്റെ കൂടെ മാത്രമേ എഴുതാൻ പറ്റൂ. പക്ഷേ റോട്ട് എന്ന് പറയുന്നതാണ് പാസ്റ്റ് ടെൻസ് അതിൻ്റെ. ഓക്കെ, അല്ലെങ്കിൽ V2 ഫോം. ഈ V2 ഫോമിൽ എഴുതുമ്പോൾ ഈ സിംഗുലർ സബ്ജക്റ്റ് ആണോ പ്ലൂറൽ സബ്ജക്റ്റ് ആണോ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ മാത്രം ഓർത്തിരിക്കുക. ഹി, ഷീ, ഇറ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, സബ്ജക്റ്റിന് മാത്രമേ ഉള്ളൂ ഈ റൈറ്റ്സ് എന്ന് വരുന്നത്. ബാക്കി ഐയും യുവും ഉൾപ്പെടെ എല്ലാം I, you, we, they ഇതെല്ലാം പ്ലൂറൽ സബ്ജക്റ്റാണ്. അതിൻ്റെ കൂടെ എല്ലാം റൈറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് അല്ലെ പ്ലേ അല്ലെങ്കിൽ ഈറ്റ് എന്ന് പറയുന്ന വെർബേ വരൂ. അതായത് പ്ലൂറൽ വെർബേ വരൂ. ഇനി അത് ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിലോ വിൽ പ്ലസ് V1. ഓക്കെ, വിൽ പ്ലേ, വി വിൽ പ്ലേ, വി വിൽ സിങ് അല്ലെങ്കിൽ ദേ വിൽ ഡു ഇറ്റ്. ഓക്കെ, അങ്ങനെ നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ വില്ല് ചേർത്തിട്ട് V1 ഫോം തന്നെ ചേർത്താൽ മതി. അപ്പോൾ വേർബിന് ഒരു ബേസ് ഫോം ഉണ്ട്. അത് പ്രസൻറ്റ് ടെൻസിൽ റൈറ്റ് എന്നോ റീഡ് അല്ലെങ്കിൽ പ്ലേ അങ്ങനെ എന്ത് വേർബാണെങ്കിലും അത് പ്ലൂറൽ ഫോമാണത്. വേർബിൻ്റെ പ്ലൂറൽ ഫോമാണ്. അതിന് സിംഗുലർ ആക്കുന്നത് SO ESO ചേർത്തിട്ടാണ്. പ്ലേസ്, സിങ്സ്, റീഡ്സ്, റൈറ്റ്സ് എന്നൊക്കെ പറയുമ്പോഴാണ് അത് സിംഗുലർ ആകുന്നത്. പ്രസൻറ്റ് ഫോമിൽ ഇതിനെ നമുക്ക് സിങ് എന്നെടുത്താൽ സിങ്സ് എന്നും കൂടെ ഉണ്ട് അതിൻ്റെ പ്രസൻറ്റ് ഫോം. ഓക്കെ, സിങ്സ് എവിടെ ചേർക്കും? ഹി, ഷീ, ഇറ്റിൻ്റെ കൂടെ സിങ്സ് ചേർക്കും. സിങ് എവിടെ ചേർക്കും? ഐ, യു, ദേ, വി ഇടയൊക്കെ കൂടെ നമ്മൾ എന്ത് ചേർക്കും? പ്ലൂറലായ സിങ് ചേർക്കും. സിംഗുലറായ സിങ്സ് ചേർക്കുന്നത് ഹി, ഷീ, ഇറ്റിൻ്റെ കൂടെ മാത്രം. ഓക്കെ, പ്രസൻറ്റ് ടെൻസിലാണ് ഈ കാര്യമുള്ളത്. അപ്പോൾ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് അല്ലെങ്കിൽ പ്രസൻറ്റ് സിമ്പിൾ
അത് നമുക്ക് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അതിൽ സബ്ജക്റ്റായിട്ട് നമ്മൾ ഷീ എടുത്തു. ഷീ എടുത്താൽ റൈറ്റ് എന്ന് എഴുതാൻ പറ്റില്ല, റൈറ്റ്സ്. ഓക്കെ, ഷീ എടുത്താൽ റൈറ്റ്സ്. ഒരു ഒബ്ജക്റ്റാണ് ഡെയിലി എന്നുള്ളത്. ഓക്കെ, ഡെയിലി ചെയ്യുന്നൊരു കാര്യമാണ്. അതാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ പറയുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ഓക്കെ, അപ്പോൾ ബേസ് ഫോം എന്ന് പറയുന്ന റൈറ്റിനെ നമ്മൾ ഇവിടെ വേണ്ടത് സിംഗുലർ ആയതുകൊണ്ട് റൈറ്റ്സ് എന്ന് മാറ്റി. ഓക്കെ, ഇനി സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ടാണ് നമുക്ക് വെർബും സിംഗുലർ എടുക്കേണ്ടി വന്നത്. ഇനി ദേ എന്നാണെങ്കിലോ, ദേ റൈറ്റ് ഡെയിലി. എന്താ റൈറ്റ് വരാൻ കാര്യം? ദേ സബ്ജക്റ്റാണ്, അത് പ്ലൂറലാണ്, അവർ. അപ്പോൾ റൈറ്റ് ആണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. അതിന് എക്സാമ്പിൾ പറഞ്ഞു, ഷീ റൈറ്റ്സ് ഡെയിലി ആണെങ്കിൽ ഷീ സബ്ജക്റ്റ്, റൈറ്റ്സ് V1. അപ്പോൾ വേർബ് എന്തുകൊണ്ട് റൈറ്റ്സ് ആയെന്ന് ചോദിച്ചാൽ ഷീ എന്ന് പറയുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ റൈറ്റ്സ് എന്ന് പറയുന്ന സിംഗുലർ വെർബാണ് ചേർക്കേണ്ടത്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മൾ കഴിഞ്ഞു. ദേ റൈറ്റിന് നമ്മൾ എന്തുകൊണ്ട് റൈറ്റ് എന്നിട്ടു? റൈറ്റ് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണല്ലോ, അത് എന്തുകൊണ്ടാണ് പ്ലൂറൽ വെർബാണല്ലോ, നമ്മൾ എന്തുകൊണ്ടാണ് പ്ലൂറൽ വെർബ് ഇട്ടത്? ദേ എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് V1 അല്ലേ നമ്മൾ ചേർക്കുന്നുള്ളൂ. റൈറ്റ് ആയാലും റൈറ്റ്സ് ആയാലും V1 ആണ്. പിന്നെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ സബ്ജക്റ്റും V1ഉം, ഇതാണ് നമുക്ക് ആകെ സിമ്പിൾ പ്രസൻറ്റിൽ വേണ്ടത്. സിമ്പിളാണ്, അതുകൊണ്ടാണ് സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്നത്. I, you, they, we എന്ന് പറയുന്ന സബ്ജക്ട്സിൻ്റെ കൂടെ അതെല്ലാം എന്ത് സബ്ജക്റ്റാണ്? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഇതെല്ലാം പ്ലൂറലാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ എന്താ ചേർക്കാൻ പറ്റുക? ഇപ്പോൾ പ്ലേ എന്നാണെങ്കിൽ പ്ലേ എന്ന് ചേർക്കാം. ഓക്കെ, സിങ് എന്നാണെങ്കിൽ സിങ് എന്ന് ചേർക്കാം. സിങ്സ് ചേർക്കുമോ? ഇല്ല. അതെന്താണ്? അത് സിംഗുലർ വെർബാണ്. ഹീ ഷീ ഇറ്റിൻ്റെ കൂടെയാണ് സിംഗുലർ വെർബ് ചേർക്കുന്നത്. ഓക്കെ, ഹീ ഷീ ഇറ്റിൻ്റെ കൂടെ സിംഗുലർ, കാരണം അത് സിംഗുലർ സബ്ജക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഒപ്പം നമ്മൾ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് അടുത്ത ടോപ്പിക്കിൽ കണ്ടിന്യൂസ്ലി ഇനി കോൺകോഡ് ഈ ടോപ്പിക്ക് കഴിഞ്ഞ ശേഷം നമ്മൾ എടുക്കും. ടെൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് കഴിഞ്ഞിട്ട്. ഓക്കെ, അടുത്തത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമാണ്. ഓക്കെ, കണ്ടിന്യൂസ് ഫോമാണ്. പ്രസൻറ്റ് ഫോമിൽ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു എസ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റാണ് സിമ്പിൾ പ്രസൻറ്റ്. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമിൽ എങ്ങനെയായിരിക്കും? സബ്ജക്റ്റ് പ്ലസ് വേർബിൻ്റെ ബേസ് ഫോമിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? V1 ചേർക്കാൻ പറ്റുമോ? ഇല്ല. ബി പ്ലസ് VING ആണ്. നമുക്കറിയാം കണ്ടിന്യൂസ്ലി ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ പറയും സിംഗിങ്, ഡാൻസിങ്. എന്താ ചെയ്യണം? കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണിക്കാനാണ് നമ്മൾ ING ഫോം ചേർക്കുന്നത്. പക്ഷേ ING വരുമ്പോൾ ബിയുടെ ഒരു ഫോം ചേർക്കണം. ബി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു വെച്ചിരിക്കണം. ഈസ്, ആം, ആർ, വാസ്, വെയർ ആണ് ഈ ബി ഫോം എന്ന് പറയുന്നത്. ബി ഫോം എന്ന് പറഞ്ഞാൽ BE, അതാണ് ബി. ഓക്കെ, ബി ഫോം എന്ന് പറഞ്ഞത് ഈസ്, ആം, ആർ, വാസ്, വെയർ ആണ്. അതിൽ പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ ഈസും ആമും ആറും മാത്രമേ ചേർക്കൂ. പാസ്റ്റ് ടെൻസ് വരുമ്പോഴാണ് നമ്മൾ വാസും വെയറും ചേർക്കുക. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് പ്ലസ് V1 ചേർക്കാൻ പറ്റില്ല. V1 എന്താണ്? സിമ്പിൾ പ്രസൻറ്റ് ആണ്. ഇനി നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസിൽ വെർബ് ING ആണ് ചേർക്കേണ്ടത്. അപ്പോൾ INGയുടെ കൂടെ എപ്പോഴും BE ഫോം വേണം. അപ്പോൾ നമ്മൾ അറിയാം, നമുക്ക് ഈസ് റൈറ്റിംഗ്, ആർ റൈറ്റിംഗ്, വാസ് റൈറ്റിംഗ് എന്നൊക്കെ നമ്മൾ പറയാറുള്ളതാണ് സ്ഥിരം. അപ്പോൾ I was writing, I am writing എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് വന്നപ്പോൾ എന്താ വരേണ്ടത്? ഇവിടെ ബി ഫോം ഏതാണ്? ഈസ്, ആം, ആർ. ഈസ് ഓർ ആർ ഓർ ആം, ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് വരേണ്ടത്. നമ്മുടെ സബ്ജക്റ്റ് ഹീ ആണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കും? ഹീ ഒരു സിംഗുലർ സബ്ജക്റ്റ് അല്ലേ? എങ്കിൽ ഇവിടെ ഈസ് ആണ് അവിടെ ചേർക്കാൻ പറ്റുള്ളൂ. ഐയുടെ കൂടെ മാത്രമേ ആം ചേർക്കുള്ളൂ കേട്ടോ. ഈസോ ആറോ ആണ് ബാക്കി എല്ലാത്തിനും ചേർക്കുക. അപ്പോൾ ഹീ ഈസ് എന്നല്ലേ വരുള്ളൂ, ഈസ്. അപ്പോൾ റൈറ്റ് വെർബ് ING വേണമെന്ന് പറഞ്ഞു. നമുക്ക് റൈറ്റ് ആണെങ്കിൽ റൈറ്റിംഗ് ചേർക്കാം, പ്ലേ ആണെങ്കിൽ പ്ലേയിങ് ചേർക്കാം. നൗ എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണെന്ന് കാണിക്കാനാണ്. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് എന്താണെന്ന് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അതെന്താണെന്ന് നോക്കാം. പെർഫെക്റ്റ് എന്ന് വന്നാൽ നമുക്ക് ചേർക്കേണ്ട കാര്യങ്ങളാണ് ഹാസ് ഓർ ഹാവ് അല്ലെങ്കിൽ ഹാഡ്. അതിൽ ഹാഡ് പാസ്റ്റിലാണ് ചേർക്കുക. ഓക്കെ, ഹാസും ഹാവും ആണ് പ്രസൻറ്റിൽ. നമ്മൾ പറഞ്ഞു ഈസാമാർ എന്ന് പറയുന്ന പ്രസൻറ്റിൽ ചേർക്കും, വാസും വേറും പാസ്റ്റിൽ ചേർക്കും എന്ന് പറഞ്ഞില്ലേ. അതുപോലെ ഹാസും ഹാവും പെർഫെക്റ്റ് ആണ്, അത് പ്രസൻറ്റിലും. ഹാഡ് എന്ന് പറയുന്ന പെർഫെക്റ്റ് എവിടെ ചേർക്കും? പാസ്റ്റിലും ചേർക്കും. ഓക്കെ, V3 എന്ന് പറഞ്ഞാൽ V1, V2, V3 അറിഞ്ഞിരിക്കണം ഒരുപാട് വേർബ്സിൻ്റെ. അപ്പോൾ റൈറ്റ്, റോട്ട്, റിട്ടൺ. റൈറ്റ് V1, റോട്ട് V2, റിട്ടൺ V3. അപ്പോൾ ഒരു ഹാസോ ഹാവോ കണ്ടിട്ടുണ്ടോ? നമ്മൾ V2ലോട്ടൊന്നും പോരുത്.
ഹാസും ഹാവും ഉണ്ടെങ്കിൽ V3 ആണ്, ഉറപ്പിച്ചു, പെർഫെക്റ്റ് ആണ്, V3 ആണ്. അപ്പോൾ ഷീ ആണെങ്കിൽ നമ്മൾ പറയും ഹാസ് അല്ലേ. ഷീ എന്താണ്, സിംഗുലർ സബ്ജക്റ്റ് ആണോ പ്ലൂറൽ സബ്ജക്റ്റ് ആണോ, സിംഗുലർ. അപ്പോൾ ഹാസ് ആണോ ഹാവ് ആണോ പ്ലൂറൽ, ഹാവ് പ്ലൂറല്ല, നമുക്ക് ഹാസ് മതി. ദേ ആണെങ്കിലോ, ദേ ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്, അപ്പോൾ നമുക്ക് പ്ലൂറൽ ആയിട്ടുള്ള ഹാവ് ആണ് വേണ്ടത്. ഐയും യുവും ഒക്കെ പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഐ ആണെങ്കിൽ എന്ത് വരും, ഹാവ് വരും. യു ആണെങ്കിലോ ഹാവ്. ദേ, വി എല്ലാം ഹാവ് ആണ് വരുന്നത്. ഹീ, ഷീ, ഇറ്റ് മാത്രമേ ഉള്ളൂ പ്രസൻറ്റിൽ നമ്മൾ സിംഗുലറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ സിംഗുലർ വെർബേ വരൂ. അപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റ് ഏതൊക്കെയാണ്, ഐ, യു, വി, ദേ. ഓക്കെ, അതിൻ്റെ കൂടെ ഹാവ് വരും. അപ്പോൾ നമ്മൾ ആ ഫോം ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. ഇനി നമുക്ക് പഠിക്കേണ്ടത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ നമുക്കറിയാം കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ വെർബ് ing മസ്റ്റാണ്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഹാസോ ഹാവോ വേണമെന്ന്. പക്ഷേ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു വെർബ് ing വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു BE ഫോം വന്നിരിക്കണം. പക്ഷേ പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഈസും ആമോ ആറോ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. ബി എന്ന് പറയുന്ന ഫോമിൻ്റെ പെർഫെക്റ്റ് ഫോമാണ് ബീൻ. ഓക്കെ, BEEN. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ടെൻസ് പറഞ്ഞപ്പോൾ പറഞ്ഞ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് ing ആണ് ഇവിടെ വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പാസ്റ്റ് ആയിരുന്നെങ്കിലോ, ഹാസ് ഓർ ഹാവിൻ്റെ പാസ്റ്റ് എന്താണ്, ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് ing എന്ന് വന്നതിന് ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരുന്നെങ്കിൽ. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അവിടെ ഒരു ബി ഫോം വരേണ്ടത് ബീനാണ് വരേണ്ടത്. ബീൻ. ഇപ്പോൾ ഹാസ് ഓർ ഹാവ് ബീൻ, ഇപ്പോൾ വെർബ് ing റൈറ്റ് കൊടുത്താൽ റൈറ്റിംഗ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് ബീൻ പ്ലസ് വെർബ് ing. ഇതിൽ ഹാസ് എന്താണ്, സിംഗുലറാണോ പ്ലൂറലാണോ, സിംഗുലറാണല്ലേ. അപ്പോൾ സിംഗുലർ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് വരുമ്പോൾ മാത്രമേ ഹാസ് ഇടാവുള്ളൂ. പ്ലൂറലായൊരു സബ്ജക്റ്റ് വരുമ്പോൾ നമ്മൾ ചേർക്കേണ്ടത് എന്താണ്, ഹാവ് ആണ്. ഓക്കെ, ഇതിൽ ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗുലറാണോ പ്ലൂറലാണോ ഇപ്പോൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ പറഞ്ഞു. അത് സിംഗുലറാണ് എങ്കിൽ അതിൻ്റെ കൂടെ വരേണ്ടത് എന്താണ്, ഹാസ് ആണ്. ബീൻ എന്തായാലും ഉണ്ട്, അപ്പോൾ ഹാസ് ബീൻ പ്ലസ് വെർബ് ing ആണ്. ഏത് വെർബാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ing ഫോം ഇടുക. ഇനി ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അത് പ്ലൂറലാണ്, യുവും പ്ലൂറലാണ്. ഹീ, ഷീ, ഇറ്റ് മാത്രമേ ഉള്ളൂ സിംഗുലർ. അപ്പോൾ ഐ ഹാവ് ബീൻ റൈറ്റിംഗ്. ഓക്കെ, റൈറ്റിംഗ് ഫോർ ആൻ അവർ, അത് അതിൻ്റെ കൂടെ ഉള്ളൊരു ഒബ്ജക്റ്റ് ആയിട്ട് എടുത്തേച്ചാൽ മതി. അപ്പോൾ ഷീ ഹാസ് ബീൻ അല്ലെങ്കിൽ ഐ ഹാവ് ബീൻ റൈറ്റിംഗ്, ഷീ ഹാസ് ബീൻ റൈറ്റിംഗ്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് ബീൻ പ്ലസ് വെർബ് ing വരുമ്പോൾ ബി ഫോം ഉണ്ടായിരിക്കണം. പക്ഷേ അത് പെർഫെക്റ്റ് ആയതുകൊണ്ട് ബീൻ എന്ന ഫോമിലേക്ക് മാറി. ഹാസും ഹാവും പെർഫെക്റ്റ്ലി നിർബന്ധമായിട്ട് വേണ്ടതാണ്. അപ്പോൾ വെർബുകൾ ഇനി നമുക്ക് V1, V2, V3 എന്ന് തിരിക്കുക അല്ലേ. നമ്മൾ പറഞ്ഞു റൈറ്റ്, റോട്ട്, റിട്ടൺ. അത് മാത്രമല്ല മെയിൻ വെർബ് എന്താണ്, ഓക്സിലറി വെർബ് എന്താണ് എന്നൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക, നമുക്ക് അതെടുക്കാം. എന്നിട്ട് പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് ഒക്കെ എടുക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.